മരക്കൊത്തി വർഗത്തിൽപ്പെട്ട പക്ഷിയാണ് ഹുദ്ഹുദ്. സുലൈമാൻ നബിയോടൊപ്പം സഞ്ചരിച്ച് നിസ്കാര സമയമാകുമ്പോൾ ജലമുള്ള സ്ഥലം കാണിച്ചു കൊടുത്തിരുന്നത് ഈ പക്ഷിയാണ്. ഭൂമിയിൽ വെള്ളമുള്ള ഭാഗത്ത് അത് ചുണ്ടുകൊണ്ടും അടയാളപ്പെടുത്തും. ജിന്നുകൾ സ്ഥലം കുഴിച്ചു വെള്ളം കണ്ടെത്തി സംഭരിക്കും. പ്രവാചകനും അനുയായികളും അതുകൊണ്ട് ശുദ്ധി വരുത്തും. ഈ പതിവ് ഒരിക്കലും തെറ്റിക്കാറില്ല. പക്ഷി സദാസമയവും അവരോടൊപ്പം ഉണ്ടാകും. ദൂരെ ഒരിടത്തും പോവുകയില്ല. ഒരുനാൾ മരകൊമ്പിൽ പക്ഷിയിരിക്കുമ്പോൾ തന്റെ വർഗത്തിൽപ്പെട്ട മറ്റൊരു പക്ഷിയെ കണ്ടുമുട്ടി. ഇരുപക്ഷികളും പരസ്പരം പരിചയപ്പെട്ടു സല്ലാപങ്ങളിലേർപ്പെട്ടു. സബ രാജ്യത്തെ രാജ്ഞിയുടെ സേവകനായ പക്ഷിയായിരുന്നു അത്. ആ പക്ഷി തന്റെ രാജ്ഞിയുടെ മഹാത്മ്യങ്ങൾ വർണ്ണിക്കാൻ തുടങ്ങി. ജിന്നുകളും മനുഷ്യന്മാരും പക്ഷിമൃഗാദികളും നബിയുടെ ആജ്ഞനുവർത്തികളാണെന്നും പറഞ്ഞപ്പോൾ രാജ്ഞിയുടെ പക്ഷി അവരുടെ കൊട്ടാരവും അതിലെ സുഖസൗകര്യങ്ങളും രാജ്ഞിയുടെ സിംഹാസനവും എല്ലാം വർണ്ണിക്കാൻ തുടങ്ങി. വർണ്ണന കേട്ടപ്പോൾ സുലൈമാൻ നബിയുടെ പക്ഷിക്ക് അതൊന്ന് കാണണമെന്നായി. അപ്പോൾ തന്നെ രാജ്ഞിയുടെ പക്ഷിയുടെ കൂടെ സബ രാജ്യത്തേക്ക് ഹുദ്ഹുദ് പറന്നു. സമയം പോയതറിഞ്ഞില്ല. സുലൈമാൻ നബി നിസ്കാരസമായപ്പോൾ ഹുദ്ഹുദിനെ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ പക്ഷിയെ കാണാനില്ല. അത് എങ്ങോ പോയി മറഞ്ഞിരിക്കുകയാണ്. സമയം നീളുന്തോറും പ്രവാചകന് അസഹനീയത കൂടിവന്നു. അവസാനം നബി പറഞ്ഞു, ഹുദ്ഹുദിനെ കാണാനില്ലല്ലോ. നിശ്ചയം അത് വന്നെത്താൻ താമസിച്ചതിന് വ്യക്തമായ ദൃഷ്ടാന്തം കൊണ്ടുവന്നില്ലെങ്കിൽ അതിനെ ഞാൻ അറുക്കുകയോ കഠിന ശിക്ഷ നൽകുകയോ ചെയ്യും. സമയം വൈകിയ ബോധമുദിച്ച ഹുദ്ഹുദ് സർവശക്തിയാൽ ആഞ്ഞു പറന്നു. സുലൈമാൻ നബിയുടെ പ്രതികരണം തീരുമ്പോഴേക്ക് ചിറകുകൾ താഴ്ത്തി വിനയത്തോടെ നബിയുടെ അടുത്തു വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ സബ് എന്ന പ്രദേശത്തു നിന്ന് വളരെ അതിശയകരമായ ഒരു വർത്താന്തവുമായാണ് വന്നിരിക്കുന്നത്. സുലൈമാൻ നബി പറഞ്ഞു, വിശദീകരണവും വിചാരണയും പിന്നീടാകാം. ഇപ്പോൾ വെള്ളം കാണിക്കുക. പക്ഷി ജലമുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു. ജിന്നുകൾ അവിടെ കുഴിച്ചു വെള്ളമെടുത്തു കൊടുത്തു. നബിയും അനുയായികളും അംഗശുദ്ധി വരുത്തി നിസ്കരിച്ചു. അനന്തരം പക്ഷിയെ വിളിച്ചു വിചാരണ ചെയ്തു. താൻ അവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യം പക്ഷി വിശദീകരിച്ചു. ജല്ലാഹുവിനെ വനിതയാണ്. രാജ്ഞിയുടെ വളർത്തു പക്ഷിയുടെ കൂടെ അവിടെയെത്തിയ അവന് സൂര്യനെ ആരാധിക്കുക. കൂടെ അവിടെയെത്തിയ അവർ വിസ്മരിക്കുന്നു. അവിടെ ജനനാണ്. ഏകനായ അവരുടെ പ്രൗഢി ഒന്ന് കാണേണ്ടതു തന്നെ. ജനങ്ങളെല്ലാം അവരുടെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്നു. അവർക്ക് ഉന്നതമായ ഒരു ആഡംബരത്തിലും സിംഹാസനം ഞാൻ കണ്ടിട്ടില്ല. അത്രയും ആർഭാടത്തതിലുമാണ് ഇതിനെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിങ്ങനെ താൻ അവിടെ കണ്ട കാര്യങ്ങളെല്ലാം ഹുദ്ഹുദ് നബിക്ക് വിവരിച്ചു കൊടുത്തു. എല്ലാ സശ്രദ്ധം കേട്ടിരുന്ന പ്രവാചകൻ ഇങ്ങനെ പ്രതികരിച്ചു, നീ പറയുന്ന കാര്യങ്ങൾ സത്യമോ വ്യാജമോ എന്നു നാം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സഭയിൽ പോയി നിജസ്ഥിതി മനസ്സിലാക്കി വരാൻ ഒരു സംഘം ജിന്നുകളെ അയച്ചുവെന്നും അവർ തിരിച്ചുവന്നു സത്യമാണെന്ന് ബോധിപ്പിക്കുകയും ചെയ്തു. ജിന്നുകളുടെ സഹായമില്ലാതെ തന്നെ സത്യം ദിവ്യബോധനത്തിലൂടെ നാഥനറിയിച്ചു കൊടുത്തിരുന്നു. എങ്കിലും സദസ്യർക്ക് കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ജിന്നുകളെ പറഞ്ഞയച്ചത്. നിജസ്ഥിതി അറിഞ്ഞ ശേഷം സഭയിലെ രാജ്ഞി കൊടുക്കാനായി നബി ഒരു കത്ത് തയ്യാറാക്കി. ഹുദ്ഹുദിനെ ഏൽപ്പിച്ചു. കത്ത് നീ കൊണ്ടുപോയി ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ രാജ്ഞിയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കണം. ആ കത്ത് ആരാണ് കൊണ്ടുവന്നിട്ടത് എന്ന് അറിയരുത്. എന്നിട്ട് അല്പം മാറി നിന്ന് രംഗം വീക്ഷിച്ച് അവരുടെ പ്രതികരണം ചൂഴ്ന്നറിയണം. സംഭവങ്ങൾ ഓരോന്നും മനസ്സിലാക്കി എന്നെ അറിയിക്കണം. നബി പക്ഷിയോട് കൽപ്പിച്ചു. രാജ്ഞി നബി അയച്ച കത്തിലെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു. നിശ്ചയം ഈ കത്ത് സുലൈമാൻ നബിയിൽ നിന്നുള്ളതാണ്. റഹ്മാനും റഹീമുമായ റബ്ബിന്റെ തിരുനാമത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ എന്നേക്കാൾ ഉന്നതരാകേണ്ട നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ മുസ്ലിങ്ങളായി വരിക. കത്തിന്റെ ഉറവിടം മനസ്സിലാക്കാനാണ് ആദ്യം നബിയുടെ പേരെഴുതിയത്. ദൂതന്മാരെ നേരിട്ടേച്ചു കത്തുകൊടുക്കാതെ എങ്ങനെ ഈ കത്ത് ഇവിടെ എത്തിയെന്നറിയിക്കാതെ തന്ത്രപരമായി ഹുദ്ഹുദിനെ കൊണ്ടുകത്തു എത്തിച്ചതിന്റെ പ്രധാന ഉദ്ദേശം രാജ്ഞിയുടെ സംവിധാനങ്ങളെ നിസ്സാരമാക്കാനാണ്. തന്റെ കൊട്ടാരത്തിൽ തന്റെ അനുവാദമില്ലാതെ ഒരു ഉറുമ്പിനു പോലും പ്രവേശിക്കാൻ കഴിയില്ല എന്നു രാജ്ഞി അഹങ്കരിച്ചിരുന്നു. അത്രക്കും സുരക്ഷാ സംവിധാനമാണ് കൊട്ടാരത്തിനുണ്ടായിരുന്നത്. അവിടെ ആരുമറിയാതെ ഒരു കത്ത് എത്തുക എങ്ങനെയെന്ന് പ്രവചിക്കാൻ അസാധ്യമാണ്. ആ സ്ഥലത്താണ് ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ പറന്നു ചെന്ന് ഹുദ്ഹുദ് രാജ്ഞിയുടെ സ്വകാര്യമുറിയിൽ അവരുടെ മുമ്പിലേക്ക് കത്തു ഇട്ടുകൊടുത്തു. കത്തു കൊണ്ടുവന്നയാളെ രാജസേവകർ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായിട്ടുമില്ല. രാജ്ഞിയുടെ പക്ഷിയുമായി രൂപസാദൃശ്യമുള്ള ഹുദ്ഹുദിനെ കണ്ടുപിടിക്കാനായില്ല. ഇതേതോ അമാനുഷിക ശക്തിയിലൂടെ വന്നതാണെന്ന് രാജ്ഞി മനസ്സിലാക്കി. അതോടെ അവരുടെ ഹൃദയത്തിൽ ഭയമുടലെടുത്തു. ആ കത്തിലെ ഉള്ളടക്കം കൂടി ഗ്രഹിച്ചതോടെ അവരാകെ പരിഭ്രാന്തിയിലായി. ഉടൻ തന്നെ കത്തു ചർച്ച ചെയ്യുന്നതിനു വേണ്ടി രാജസഭ വിളിച്ചുകൂട്ടി.